പക്ഷെ ആള് ഭയങ്കര ബോൾഡാട്ടോ. എത്ര നാളായി ചേട്ടൻ പുറകെ നടക്കുന്നു, എന്നിട്ടും പൂർണ്ണമായിട്ട് അങ്ങ് മനസ്സ് തുറന്നിട്ടില്ല. ആണുങ്ങളെ വല വീശി പിടിക്കാൻ നടക്കത്തില്ല, ഒരാണിന്റെ വലയിലും വീഴില്ല. നമ്മൾ പെൺകുട്ടികളൊക്കെ സൗപർണികയെ കണ്ടുപഠിക്കണം. ശരി ചേട്ടാ, ഞാൻ വെറുതെ ഒന്ന് കാണാൻ വന്നതാ, അത്രേ ഉള്ളൂ. പോട്ടെ. അല്ല, ചായ കുടിച്ചില്ലല്ലോ. ചായ ഒന്നും വേണ്ട, പിന്നീട് ഒരിക്കലാവാം. ശരി എന്നാ. ചായം വടയൊന്നും കഴിക്കാൻ തന്നെ കൊച്ചിന് വയറ് നിറഞ്ഞു. അത്രയ്ക്കൊന്നും വേണ്ടായിരുന്നു, പാവം കുട്ടി. ആ കുട്ടിയുടെ സൂക്കേടിന് ഇതാ മരുന്ന്. ഇനി അടുത്ത കാലത്തൊന്നും ചേട്ടനെ വളയ്ക്കാൻ അവള് വരില്ല. എന്തുറ്റി എന്റെ മൂക്ക്? എന്റെ അമ്മ, മേൽ എന്നെ ഇങ്ങനെ പറഞ്ഞു വിടല്ലേ. ഞാൻ അവിടെ പോയിട്ട് ആകെ ഐസായി പോയി. എന്താ സന്ദീപ് എന്നോട് മോശമായിട്ട് പെരുമാറിയോ? സന്ദീപ് അയാൾ നന്നായിട്ട് തന്നെ പെരുമാറിയ. പക്ഷെ ആ ഹോട്ടലുകാരന്റെ ഒരു മോളുണ്ടായിരുന്നു, അവള് വന്ന് എന്റെ തൊലി ഉരിച്ചു. സന്ദീപ് നന്നായിട്ട് പെരുമാറിയല്ലോ, അത് മതി. ഇനിയും ഇതുപോലെ 2-3 തവണ കാണുമ്പോ അയാള് പതിയെ ഇങ്ങോട്ട് ചായും, പിന്നെ ഒക്കെ എളുപ്പാവും. അതോടൊപ്പം ഇവിടെയും ചിലതൊക്കെ സംഭവിക്കും. അതോടെ നിന്റെ വഴി കൂടുതൽ എളുപ്പാവും. ഇവിടെ എന്താ സംഭവിക്കുന്നത്? നീ ഇതാരോടും പറയുന്നതാ. നാളെ കാര്യം നടക്കുന്ന നേരത്ത് മാത്രമേ നിന്റെ അച്ഛൻ പോലും അറിയാൻ പാടുള്ളൂ. കാര്യം എന്താന്ന് വെച്ചാ അമ്മ പറ. ഞാനന്ന് പറഞ്ഞില്ലേ ദേവൂട്ടിയുടെ കല്യാണക്കാര്യം. നാളെ ഒരു പാർട്ടി ദേവൂട്ടിനെ പെണ്ണ് കാണാൻ വരും. നാളെ അവരിവിടെ എത്തിക്കഴിഞ്ഞ അച്ഛനോടും പറയൂ. അച്ഛനെയും ദേവൂട്ടിയും വിളിച്ചു വരുത്തി കാര്യങ്ങൾ ഏതാണ്ട് ഉറപ്പിക്കും. അതോടെ സന്ദീപും ദേവൂട്ടിയായിട്ടുള്ള വിവാഹത്തിനുള്ള സാധ്യത തന്നെ ഇല്ലാണ്ടാവും. ഇവിടെയാ നീ മിടുക്ക് കാണിക്കേണ്ടത്. ചേച്ചിയേക്കാൾ നല്ലത് അനിയത്തിയാണെന്ന് അവന് തോന്നണം. അത് നീ തോന്നിപ്പിക്കണം. അത്രയും സാധിച്ചാ നമ്മൾ ജയിച്ചു. നിങ്ങളുടെ വിവാഹം തടയാൻ ആരും ഉണ്ടാവില്ല. ഈ ദേവൂട്ടിയെ കാണാൻ വരുന്ന പയ്യനെങ്ങനെയാ? പയ്യനെ കുറിച്ച് ബ്രോക്കർ എന്തെങ്കിലും പറഞ്ഞോ? ആ, ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്. നോക്ക്. ഈ പയ്യൻ കൊള്ളാലോ അമ്മേ. ആ, അവക്ക് വേണ്ടി ഞാൻ കാണാൻ കൊള്ളാത്തൊരു പയ്യനെ കൊണ്ടുവന്നു എന്ന് പറയില്ലല്ലോ. കേട്ടോ ശതാക്ഷരി, നിത്യകർമ്മങ്ങളിൽ എന്തെങ്കിലും ഒന്ന് വിട്ടുപോയാലും ഒരിക്കലും മുടങ്ങാത്ത ഒന്നാണ് ദേവൂട്ടിയുടെ ഇവിടുത്തെ പുഷ്പസമർപ്പണം. അറിയാം, ഞാനും അത് കുറെ കാലമായി കാണുന്നതല്ലേ. ജീവനുള്ള കാലത്തോളം അത് തുടരുമെന്ന് പറയുമ്പോ അത് സാധ്യമാകുമോ എന്നുകൂടി ചിന്തിക്കണം. ചില സംഭവങ്ങൾ, അനുഭവങ്ങൾ ദേവൂട്ടിയെ തേടി അങ്ങനെ ചിലത് വരുന്നുണ്ട്. ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില അനുഭവങ്ങൾ. ആ അനുഭവങ്ങൾ എങ്ങനെയുള്ളതാണ്? ഗുണകരമാണോ ദോഷകരമാണോ? അതൊന്നും പറയുന്നില്ല. ഏതനുഭവം ആയാലും അതിനെ ഒട്ടും വെറുപ്പോ വിയോജിപ്പോ കാണിക്കാതെ സ്വീകരിക്കാൻ തയ്യാറാവണം. അത് മറ്റു ചില മാറ്റങ്ങളുടെ തുടക്കമായിരിക്കും. എന്ത് മാറ്റമായാലും അത് കണ്ടു തന്നെ അറിയണം.